നേപ്പാളിൽ കുടുങ്ങിയ 8 മലയാളികളെ കൂടി ഇനി കണ്ടെത്താനുണ്ടെന്നാണ് നോർക്ക പറയുന്നത്. 60 മലയാളികൾ സുരക്ഷിതരാണ്. കാണാതായ 8 പേരുടെ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുന്നു. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, കുടുങ്ങിയവരിൽ ഈ മലയാളികളും ഉണ്ട് എന്നുള്ളത് നമുക്ക് അവരെ തിരികെ നാട്ടിലെത്തിക്കാൻ കഴിയുന്നത് വരെ വലിയ ആശങ്ക തന്നെയാണ്. അപ്പോൾ 60 മലയാളികൾ സുരക്ഷിതരാണ് എന്ന് നമുക്കറിയുന്നു. മറ്റെന്തൊക്കെ അറിയാൻ കഴിയുന്നു ഇവരുമായി ബന്ധപ്പെട്ട്? റോഷ്നി, കേരളത്തിൽ നേപ്പാൾ പ്രളയ ദുരന്തത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് 4 ഹെൽപ്പ് ഡെസ്കുകളായിരുന്നു തുറന്നിരുന്നത്. ഈ ഹെൽപ്പ് ഡെസ്കുകളിൽ വന്ന കോളുകളുടെ അടിസ്ഥാനത്തിലാണ് 60 പേർ, 60ഉം പിന്നീട് 68 പേരെ സംബന്ധിച്ചുള്ള കോളുകളാണ് ബന്ധുക്കളിൽ നിന്ന് ഇവർക്ക് വന്നത്. വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധുക്കൾ നൽകിയ വിവരങ്ങൾ കൊടുത്ത് നടത്തിയ അന്വേഷണത്തിൽ 60 പേരും സുരക്ഷിതരാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നോർക്ക റൂട്ട്സ് ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. ഒപ്പം 8 പേരുടെ വിവരങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. 8 പേരുടെ വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നതിന് കാരണം അവരേതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടു എന്നല്ല, പകരം അവരെ കണക്ട് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നതാണ്. ഈ 8 പേരിൽ 4 പേർ ഓസ്ട്രേലിയൻ പൗരത്വമുള്ള മലയാളികളാണ്. അങ്ങോട്ടേക്ക് ട്രിപ്പിന് യാത്രയ്ക്ക് പോയ ആളുകളാണ്. 4 പേർ കേരളത്തിൽ നിന്നുള്ള 8 പേരും മലയാളികളാണ്. അതിൽ 4 പേർക്ക് ഓസ്ട്രേലിയൻ പൗരത്വമുണ്ട് എന്നതാണ് നോർക്ക അറിയിച്ചിരിക്കുന്നത്. ഇവരുടെ കൂടുതൽ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. വൈകുന്നേരത്തോടു കൂടി തന്നെ ആ 8 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 68 പേരിൽ ഇത്ര വലിയ ദുരന്തമുണ്ടായപ്പോൾ നിരവധി മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് പോലും ഒരു ചെറിയ അപകടം പോലും പറ്റാതെ സുരക്ഷിതരായിരിക്കുന്നു എന്നത് ആശ്വാസമാണ്. 60 പേരുടെ കാര്യത്തിൽ കൺഫേം ചെയ്ത വിവരമുണ്ട്. 8 പേരെ കൂടി ട്രേസ് ചെയ്യുകയാണ് നോർക്ക. ശരി, റഹീസാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു മലയാളി ഫാമിലിയുടെ കാര്യത്തിലേക്ക്